ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ തക്കാളിയാണ് കേട്ടോ. ഇപ്രാവശ്യം നട്ടത്തിൽ ഇതുപോലെ ഒത്തിരി തക്കാളികൾ ഉണ്ടായി കേട്ടോ. ഇന്ന് നമ്മൾ അതിൽ നിന്ന് 2-3 പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു കറി തയ്യാറാക്കാം. തക്കാളിയുടെ കൂടെ മുരിങ്ങാക്കോലും കൂടി ചേർത്തിട്ട് ഒരു ഒഴിച്ചുകറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. കറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ തക്കാളി തൊലി കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങാക്കോല് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക്, ചെറിയുള്ളി, വേപ്പില ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മുറി തേങ്ങ ചിരകിയതും ഒരൽപ്പം ജീരകവും മഞ്ഞൾപ്പൊടിയും 2 അല്ലി വെളുത്തുള്ളിയും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മുരിങ്ങാക്കോലും അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, അതും വേപ്പിലയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നമ്മൾ ഇതിലേക്ക് എരിവിനായിട്ട് ഇനി മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു പച്ചമുളക് നല്ല എരിവുള്ളതാണ് കേട്ടോ, അപ്പോൾ ഇത് മാത്രം മതിയാവും. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇത് വേവിക്കുന്നതിനാവശ്യമായ വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ വേവിക്കുന്നതിന് ഒത്തിരി സമയമൊന്നും വേണ്ട കേട്ടോ. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇത് പാകത്തിന് വെന്ത് കിട്ടും. ഇതിപ്പോൾ പാകത്തിനെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഒരു അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒത്തിരി തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊരു തിള വന്നു തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ മൺചട്ടിയിൽ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്താലും ഒത്തിരി സമയം ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതുമാത്രമല്ല ഇതിലിരുന്ന് ഈ ചാറൊക്കെ ഒന്നുകൂടി കുറുകി വരും. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉലുവ മാത്രമാണ് കേട്ടോ ചേർക്കുന്നുള്ളൂ. ഈ ഒരു കറിയിൽ ഉലുവയുടെ ഫ്ലേവർ വേണം, എന്നാൽ അത് കൂടുതലാവാനും പാടില്ല കേട്ടോ. ഇനി അതിലേക്ക് ചെറിയുള്ളിയും അതുപോലെ വറ്റൽമുളകും വേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് കറി കണ്ടോ ചട്ടിയിലിരുന്നുകൊണ്ട് തന്നെ ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട്. അങ്ങനെ കറി തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. മാത്രമല്ല ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.